നമസ്കാരം. ഇത് സോണിക് ലാമിന്റെ ഒരു കിഡിലൻ ഹെഡ്ഫോൺ ആണ്. അതായത് നമുക്കൊരു വേറെ ലെവൽ മ്യൂസിക് എക്സ്പീരിയൻസ് കിട്ടുന്ന അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഹെഡ്ഫോൺ ആണ്. നിങ്ങൾ ഒരു പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഹെഡ്ഫോണുകളിൽ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഹെഡ്ഫോണിൽ നിന്ന് കിട്ടും. പേഴ്സണലി എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോണിക് ലാമിന്റെ ഈ ഒരു ഇഡിബെറ്റ് ഹെഡ്ഫോൺ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. ഓക്കെ, ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലൂടെ നമ്മൾ പാട്ട് കേൾക്കുകയും മൂവി കാണുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അതേപോലെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ടി വിയിൽ സബ് വൂഫർ ഒന്നും ഇല്ലാതെ ഒരു പാട്ട് കേൾക്കുകയോ ഒരു മൂവി കാണുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. എന്നാൽ നമ്മളൊരു സബ് വൂഫറോട് ആഡ് ചെയ്തതിന് ശേഷമാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയതിന്റെ 10 മടങ്ങൊരു സൗണ്ട് ക്വാളിറ്റിയും അതിന്റെ ഒരു സൗണ്ട് വൈബ്രേഷനും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം തന്നെയാണ് ഈ ഒരു ഹെഡ്ഫോണിലും. നമ്മൾ സാധാരണ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു സബ് വൂഫർ വെച്ച ഹെഡ്ഫോൺ ആണെന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളുക. ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുക. അപ്പൊ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നേരെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അതിനുശേഷം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ഒരു ഹെഡ്ഫോൺ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് സോണിക് ലാമിന്റെ ബ്രാൻഡിംഗ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യമാണ്. ചൈനീസ് പ്രൊഡക്റ്റ് അല്ല. ചൈനീസ് പ്രൊഡക്റ്റ് വാങ്ങാൻ പേടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ സോണിക് ലാമിന്റെ ഹെഡ്ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ മുകളിൽ നൽകിയിരിക്കുന്ന ഈ ഒരു കവർ ഇങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കവർ കാണാനായിട്ട് സാധിക്കും. ഈ കവറിന്റെ സൈഡിൽ കുറെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.1 വേർഷൻ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. കോൾകോം aptX, കോൾകോം aptX HD, കോൾകോം aptX അഡാപ്റ്റീവ് സപ്പോർട്ടഡ് ആണിത്. ടീംസ്, സ്കൈപ്പ്, സൂം, മീറ്റ് തുടങ്ങിയ ആപ്ലിക്കേഷനും ഇത് കമ്പാറ്റബിൾ ആണ്. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹൈബ്രിഡ് ഡ്രൈവേഴ്സ് ആണ്. അതേപോലെ തന്നെ സബ് വൂഫർ, മൾട്ടിമീഡിയ തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക ഈ ചകിരിയാണ്. ചകിരി എന്തിനാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ബ്രാൻഡ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിനോടൊപ്പം ഇതിലൊരു ടാഗ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫൗണ്ടേഴ്സിന്റെ ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെയായിട്ട് ടെസ്റ്റഡ് ആൻഡ് ട്യൂൺഡ് ഇൻ ഡെൻമാർക്ക് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചകിരിക്കുള്ളിൽ നിന്ന് നമ്മുടെ മെയിൻ യൂണിറ്റ് വെളിയിലേക്ക് എടുക്കാം. ഇങ്ങനെ ഒരു ക്യാരിയിങ് കേസിനോടൊപ്പമാണ് നമ്മളുടെ ഹെഡ്ഫോൺ വന്നിട്ടുള്ളത്. ഈ കേസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ഇവർ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കേസാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എവിടെ വേണമെന്നുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ഇതേപോലെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം നമ്മുടെ ഹെഡ്ഫോൺ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇതായിരിക്കുന്നു നമ്മളുടെ ഹെഡ്ഫോൺ. ബോക്സിൽ ഇതേപോലെ ഒരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. ഒരു ക്വിക്ക് ഇൻസ്ട്രക്ഷൻ ഗൈഡ് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം വളരെ ഈസി ആയിട്ട് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഒപ്പം തന്നെ ഒരു QR കോഡ് നൽകിയിട്ടുണ്ട്. ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സോണിക് ലാമിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും അത് നമ്മളുടെ ഹെഡ്സെറ്റുമായിട്ട് പെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഒപ്പം ഇതേപോലെ ഒരു മൈക്കും ബോക്സിൽ ലഭിക്കുന്നുണ്ട്. ഇത് USB to Type-C കേബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. പക്ഷേ ഇതിന്റെ 3 കളർ വേരിയന്റുകൾ അവൈലബിൾ ആണ്. എനിക്ക് ബ്ലാക്ക് ഓറഞ്ച് കോമ്പിനേഷൻ ഉള്ള ഒരു കളർ വേരിയന്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷേ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിലേക്ക് പോയത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ച് ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കയ്യിലെടുക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഈ കുഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ വളരെ സോഫ്റ്റ് ആണ്. നിങ്ങൾ നോക്കി എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻസ് ആണ് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഹെഡ് റെസ്റ്റും വളരെ സോഫ്റ്റ് ആണ്. അതിനോടൊപ്പം തന്നെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഫിനിഷിംഗും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. ഇതിന്റെ ഫിനിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഫിനിഷിംഗ് ആണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി ഒരു ലുക്ക് ബ്രാൻഡ് ഇതിന് നൽകിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കി ഇതുപോലെ 2 സൈഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ഹെഡിന്റെ സൈസിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ഇത് എല്ലാ ഹെഡ്ഫോണിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ അതൊന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ സൈഡിലായിട്ട് ഒരു Type-C പോർട്ടും ജാക്കും മൈക്കും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഈ കാണുന്നത് LED ഇൻഡിക്കേറ്റർ ആണ്. ഈ നൽകിയിരിക്കുന്നതാണ് ഇതിന്റെ ബട്ടൺസ്. ഏറ്റവും മുകളിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വോളിയം അപ്പ് ഡൗൺ ബട്ടൺസ് നൽകിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡയലാണ്. ഇത് തിരിച്ചുകൊണ്ട് നമുക്ക് ഇതിലെ പ്രീസെറ്റ് മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊന്ന് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ LED ഇൻഡിക്കേറ്റർ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ സോണിക് ലാമിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് മോഡ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അതിനടുത്തായിട്ട് ഇക്വലൈസർ നൽകിയിട്ടുണ്ട്. ഇക്വലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇക്വലൈസർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനടുത്തായിട്ട് ഇയർ പ്രിന്റ് കമ്മിങ് സൂണിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതായത് നമ്മുടെ ഇയർ അനലൈസ് ചെയ്തിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സൗകര്യം നൽകിയിരിക്കുന്നത്. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിലെ LED ലൈറ്റ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ഹെഡ്ഫോണിന്റെ ബാറ്ററി പെർസെന്റേജ് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. വോളിയം എത്ര പെർസെന്റേജ് ആണ് വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഫോണുമായിട്ട് ഹെഡ്ഫോൺ കണക്റ്റഡ് ആണോ, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹെഡ്ഫോണിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ഒരു ആപ്പിന്റെ ത്രൂ ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ കംഫർട്ടും ഫിറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുന്നു. 2-3 മൂവീസ് ഞാൻ ഇത് ഉപയോഗിച്ച് കണ്ടു. ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഹോളിവുഡ് മൂവിയൊക്കെ ആ ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുന്ന രീതിയിൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെഡ്ഫോണിലൂടെ അത് സാധിക്കും. ഈ ഒരു ഹെഡ്ഫോണിൽ ഒരു കാര്യത്തിന്റെ കുറവുണ്ട്. അതായത് എന്താണെന്ന് അറിയോ, ANC ഇതിൽ നൽകിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ഹെഡ്ഫോൺ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഔട്ട്സൈഡിലുള്ള നോയ്സ് ഒക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ നമ്മളൊരു പാട്ടൊക്കെ ഇട്ട് കുറച്ച് സൗണ്ട് ഒക്കെ വെച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് നോയ്സ് ഒന്നും നമുക്ക് ഡിസ്റ്റർബൻസ് ആകത്തില്ല. എന്നാലും ഇതിൽ ANC-യുടെ ഒരു സംവിധാനം ഇല്ല. 17,000 രൂപയുടെ അടുത്താണ് ഈ ഹെഡ്ഫോണിന്റെ വില. അപ്പം 17,000 രൂപ കൊടുത്ത ഈ ഒരു ഹെഡ്ഫോണിൽ ANC ഇല്ലാത്ത എന്താണെന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അതായത് ANC പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഈ ഹെഡ്ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ഒരു പക്ഷേ നമുക്ക് അതേ രീതിയിൽ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയില്ല എന്ന് വരാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒഴിവാക്കിയിരിക്കുന്നത്. ANC ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹെഡ്ഫോണിൽ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇതിൽ പാട്ടും അല്ലെങ്കിൽ മൂവീസും ഒക്കെ കാണാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഒരു സൗണ്ടും നമുക്ക് ഇതിൽ ഡിസ്റ്റർബൻസ് ആയിട്ട് വരത്തില്ല. ഇതിൽ പേറ്റന്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഡ്രൈവർ എക്കോസ്റ്റിക് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ബോൺ കണ്ടക്ഷൻ ടെക്നോളജിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബോൺ കണ്ടക്ഷൻ ടെക്നോളജി ഉള്ള പല ഹെഡ്ഫോണുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടക്ഷൻ ടെക്നോളജി കുറച്ച് ഡിഫറെന്റ് ആണ്. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഇതിൽ നിന്ന് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ പാട്ട് കേൾക്കുമ്പോഴോ മൂവി കാണുമ്പോഴോ ഒക്കെ ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം അമ്മാതിരി പൊളപ്പൻ സൗണ്ട് ആണ് ഇതിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. ഇത് നമ്മൾ മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് കഴിയുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ സ്കിന്നിലൂടെയും ബോണിലൂടെയൊക്കെ നമുക്കത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ വൈബ്രേഷൻ ഒക്കെ വരുന്ന ഒരു മോഡ് ഇതിലുണ്ട്, ഒരു ബീസ്റ്റ് മോഡ്. അതാണ് ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എനിക്ക് തോന്നിയ മോഡ്. ആ ബീസ്റ്റ് മോഡ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മ്യൂസിക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നല്ല സബ്വൂഫർ ഒക്കെ വെച്ചിട്ട് നമ്മൾ പാട്ട് കേൾക്കുകയോ മൂവി കാണുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സാധനത്തിലൂടെ വരുന്നത്. അപ്പം ഈ ചെവി അടിച്ചു പോകുന്ന രീതിയിലുള്ള സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. അതായത് നമുക്ക് ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. ഇതിന്റെ വൈബ്രേഷൻ മോഡ് കേട്ട് എത്ര നേരം കേട്ടെന്ന് പറഞ്ഞാലും ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. അതായത് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ ആയിരിക്കുമല്ലോ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. കൂടി പോയി ഒരു മൂവി കാണും, അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കുമല്ലോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം 24 മണിക്കൂറൊന്നും ഇത് വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഒരു മൂവിയൊക്കെ കാണാനായിട്ട് ഉപയോഗിക്കുക, അതിനുശേഷം ദൂരി വെക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പോളിസി. അപ്പൊ അത്രയും സമയം 1-2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമല്ല. ബേസിക്കലി ഇതിൽ 2 ടൈപ്പ് ഡ്രൈവേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തരുന്നത്. ഡൈനാമിക് ഡ്രൈവേഴ്സ് മിഡ് ഹൈ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിൽ ഇമ്പൾസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് ഓഡിയോ സിഗ്നൽസിലെ മെക്കാനിക്കൽ ഇമ്പൾസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഇമ്പൾസ് ഡ്രൈവേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഇമ്പൾസസ് വൂഫർ പാഡിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള 2 സിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സബ് വൂഫറിന്റെ ഒരു എഫക്ട് ഈ ഒരു ഹെഡ്ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിന്റെ സൗണ്ട് ഔട്ട്പുട്ടും ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു വൈബ്രേഷനുമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ സാധാരണ ഹെഡ്ഫോണിൽ ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു ഫീൽ നമുക്ക് തരും. നിങ്ങൾ മൂവി കാണുന്നവരോ ഗെയിം കളിക്കുന്നവരോ അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പല മോഡുകളുണ്ട്. ഈ മോഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് മോഡിലേക്കും മാറ്റി ഈ ഒരു ഹെഡ്ഫോൺ എക്സ്പീരിയൻസ് ചെയ്ത് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ബീസ്റ്റ് മോഡ് മാത്രമല്ല, ബീസ്റ്റ് മോഡാണ് ഇതിൽ ഏറ്റവും തകർപ്പൻ മോഡ്, ഏറ്റവും നമുക്ക് ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന മോഡ്. അതല്ലാതെ 3 മോഡ്സ് കൂടെ വേറെ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് മാറ്റിയിട്ടുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു ഹെഡ്ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ രീതിയിൽ വൈബ്രേഷനും കണ്ടക്ഷൻ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള ഹെഡ്ഫോൺ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പം സാധാരണ ഹെഡ്ഫോണിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനൊരു ഹെഡ്ഫോൺ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറഞ്ഞില്ല. ഇത് ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ ആണ്. അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് ഫുൾ ചാർജ് ആകാനായിട്ട് 2 hours എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഈ ഒരു ഹെഡ്ഫോണും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. ഇതേപോലുള്ള ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.